കൊട്ടിയൂർ ഇളനീരാട്ടത്തിനായി കൂത്തുപറമ്പ് എരുവട്ടി കോഴൂർ തണ്ട്യാൻ മടപ്പുരയിൽ നിന്നും ഇളനീർ സംഘം നാളെ യാത്ര തിരിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇളനീരാട്ടം. 14 അംഗ ഇളനീർ സംഘം വെള്ളിയാഴ്ച രാവിലെയാണ് യാത്ര തിരിക്കുക. എരുവട്ടി കോഴൂർ തണ്ട്യാൻ മടപ്പുരയിൽ നിന്ന് 14 അംഗ ഇളനീർ സംഘം വെള്ളിയാഴ്ച രാവിലെ യാത്ര തിരിക്കും. ശശി പാനുണ്ടയുടെയും TM സുരേന്ദ്രന്റെയും നേതൃത്വത്തിലാണ് സംഘം കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത്. നെയ്യാട്ടം മുതൽ ആരംഭിച്ച വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 7 ദിവസമായി കോഴൂർ തണ്ട്യാൻ മടപ്പുരയിൽ താമസിക്കുകയായിരുന്നു. ദിവസവും 3 നേരം കുളിക്കുകയും കുറിതൊട്ട് പ്രാർത്ഥന നടത്തുകയും ചെയ്ത ശേഷമാണ് മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. മുൻകാലങ്ങളിൽ കോഴൂർ പ്രദേശത്ത് നിന്ന് സ്ഥിരമായി ഇളനീർ കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. പിന്നീട് ചില കാലയളവിൽ അത് നിലച്ചിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ 11 വർഷമായി ഒരു മുടക്കവും വരാതെ ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര നടത്തി വരികയാണെന്ന് ശശി പാനുണ്ട പറഞ്ഞു. കൊട്ടിയൂര് വൈശാഖ മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള ഇളനീർ കാവ് എഴുന്നള്ളത്തിനാണ് നമ്മൾ ഇവിടെ വ്രതം നോറ്റ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഇവിടെ പൂർവികമായിട്ട് മുന്നേ ഇളനീക്കാവും കൊണ്ടുപോയൊരു മടപ്പരയാണ്. ഇളനീർ സ്ഥാനം എന്ന് പറയുന്നത് തണ്ഡയാൻ സ്ഥാനമാണ്. അതിൻ്റെ തറവാട് തണ്ഡയാൻ സ്ഥാനത്തിൽ ഇളനീക്കാവും കൊണ്ട് മുന്നേ ഇവിടുന്ന് പോയതാണ്. ഇപ്പം ഏകദേശം അതെല്ലാം മുടങ്ങി അതിനുശേഷം ഏകദേശം 11 വർഷത്തോളമായി നമ്മളിവിടെ നിന്ന് ഇളനീക്കാവുമായി കൊട്ടിയൂരേക്ക് പോകുന്നു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ പ്രധാന വഴിപാടുകളിലൊന്നായ ഇളനീരാട്ടത്തിനായി സമർപ്പിക്കുന്ന ഇളനീർ നിലത്ത് വീഴാതെ അതീവ ശ്രദ്ധയോടെയാണ് ശേഖരിക്കുന്നത്. ഈ ദിവസങ്ങളിലാണ് ഇളനീരാട്ടത്തിനായി കൊണ്ടുപോകുന്ന ഇളനീർ കാവുകൾ നിർമ്മിക്കുന്നത്. കരിമ്പനയുടെ മട്ടലും ഓലപ്പാന്തവും ഉപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് ഇളനീർ കെട്ടിവെക്കുന്നത്. യാത്രക്കിടെ ചുമലിലേറ്റി കൊണ്ടുപോകാൻ അനുയോജ്യമായ രീതിയിലാണ് കാവുകൾ തയ്യാറാക്കുന്നത്. വ്രതകാലത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണവുമുണ്ട്. ലളിതമായ ജീവിതക്രമവും ആത്മീയ ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. വെള്ളിയാഴ്ച രാവിലെ മടപ്പുരയിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ഇളനീർ ചുമലിലേക്കാണ് സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര ആരംഭിക്കുക. പ്രദേശവാസികളും ഭക്തജനങ്ങളും ചേർന്ന് സംഘത്തിന് യാത്രയയപ്പ് നൽകും. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.